ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. വീട്, കുടുംബം. വിവാഹം ചെയ്യാത്ത ഒരാൾ ആഗ്രഹിക്കും വിവാഹം ചെയ്താൽ എത്ര സുഖമായി എന്ന്. ഒരാൾ കോളേജിൽ പോകുന്ന സമയത്ത് എൻ്റെ ഷർട്ടൊക്കെ തേച്ച് തരാൻ ഒരാളുണ്ടായാൽ എത്ര നന്നായിരുന്നു. അങ്ങനെ ഒരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു. പെൺകുട്ടിയുമായി സംസാരിച്ചു, അടുപ്പമായി. പിന്നീട് വേർപിരിയാൻ പറ്റാതെയായി. അവസാനം വിവാഹത്തിൽ കലാശിക്കുകയും വിവാഹം വന്ന് കഴിഞ്ഞ് വീട്ടിലെത്തി. അങ്ങനെ ഇരിക്കെ ഇയാൾ ജോലിക്ക് പോകുമ്പോൾ ആദ്യത്തെ 1-2 ദിവസവും ആഴ്ചകളിലുമൊക്കെ ഷർട്ടും മുണ്ടുമൊക്കെ തേച്ചു കൊടുക്കും. പക്ഷേ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അല്പസ്വല്പം അലോരസമൊക്കെ തുടങ്ങി. അപ്പോൾ തേപ്പ് നിർത്തി. മാത്രമല്ല, താൻ തേച്ച് അങ്ങോട്ട് കൊടുക്കേണ്ട അവസ്ഥ വരുന്നു. തൻ്റേതും തേക്കണം, പിന്നെ ഭാര്യയുടെയും തേച്ചു കൊടുക്കേണ്ട അവസ്ഥ വരുന്നു. ഇപ്രകാരം നമ്മൾ സുഖവും സുരക്ഷയും കിട്ടുമെന്ന് കരുതിയാണ് ഓരോ വൃത്തികളും ചെയ്യുന്നത്. അപ്പോൾ സുഖം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, അടിക്കടി ദുഃഖം കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നു. എന്നാൽ ഈ ദുഃഖത്തെയാണെങ്കിലോ ഒഴിവാക്കാനൊട്ട് പറ്റുകയുമില്ല. അത് സഹിച്ചേ പറ്റൂ. ഇപ്രകാരം വിമ്മിഷ്ടമായിക്കൊണ്ടാണ് ഓരോ മനുഷ്യനും ഇവിടെ ജീവിക്കുന്നത്. അതാണ് സന്യാസം സുഖമാണെന്ന് ധരിച്ചു ചില മനുഷ്യർ, അതിനെ കൈവരിച്ചാലോ നിരാശാചിത്തരായിടും. ഒരാളുടെ ഗൃഹസ്ഥ ജീവിതം നിരാശാപൂർണവും ദുഃഖകരമായപ്പോൾ സന്യസിക്കുന്നതാണ് നല്ലതെന്ന് കരുതി ഒരാൾ സന്യസിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതത്ര വലിയ സുഖം തരുന്നതല്ല എന്ന് മനസ്സിലാക്കി. പിന്നെ തിരിച്ചു പോയാലോ, ഗൃഹസ്ഥാശ്രമം തന്നെയായാലോ എന്നായി ചിന്ത. ഇങ്ങനെ നമ്മൾ സുഖത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് എപ്പോഴും ഓരോന്ന് മാറി മാറി അനുഭവിക്കാൻ നമ്മുടെ മനസ്സ് വെമ്പൽ കൊള്ളുന്നു. അതുകൊണ്ടൊന്നും കിട്ടാതാവുകയാണ് ചെയ്യുന്നത്. അതിനാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സന്യാസം സുഖമാണെന്ന്. സന്യാസിയായി കഴിഞ്ഞാൽ എല്ലാവരും ആദരിക്കും, ബഹുമാനിക്കും, പാദപൂജ നടത്തും, ദക്ഷിണ കിട്ടും, ആഹാരത്തിന് മുട്ടില്ല, എല്ലാ വീട്ടിലും സൽക്കാരം തന്നെയാണ്. അതുകൊണ്ട് സന്യസിച്ച് കളയാം എന്ന് വിചാരിച്ച് ചിലർ സന്യാസികളായിത്തീരുന്നു. പക്ഷേ സന്യാസിയായി കഴിയുമ്പോൾ താൻ വിചാരിച്ചതുപോലെയല്ല. ചില നിയമങ്ങളും ചിട്ടകളും ഒക്കെ അതിനുണ്ട്. അപ്രകാരം ജീവിക്കാൻ സാധിച്ചില്ലെങ്കിൽ നല്ല കടുത്ത ശാസന തന്നെ ലഭിക്കും. പിന്നെ തൻ്റെ ആഗ്രഹങ്ങൾ താൻ ഇച്ഛിച്ചതുപോലെയുള്ള കാര്യങ്ങളൊന്നും അവിടെ പാടില്ല. അവിടെ നിയന്ത്രണവും നിയമങ്ങളുടെ മുൾവേലിയിലൂടെ സഞ്ചരിച്ചാലേ പരമസത്യത്തിലേക്ക് എത്തുകയുള്ളൂ. വിരക്തി വന്ന് ഭക്തിയുണ്ടായാൽ മാത്രമേ സന്യാസത്തോട് ആഭിമുഖ്യമുണ്ടാവുകയുള്ളൂ. മറ്റൊരാളുടെ സുഖം കണ്ട് അതുപോലെ സുഖിക്കണമെന്ന് തോന്നിയാൽ അങ്ങനെ സന്യസിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതിനാൽ സന്യാസം സുഖമാണെന്ന് ധരിച്ചു ചില മനുഷ്യർ, അതിനെ കൈവരിച്ചപ്പോൾ നിരാശ ചിത്തരായിടും. അങ്ങനെ സന്യാസം സുഖപ്രദമാണെന്ന് കരുതി ഒരാൾ സന്യസിച്ചു കഴിഞ്ഞപ്പോഴാണല്ലോ തനിക്ക് അതിൻ്റേതായ അനുഭവം ഒട്ട് കിട്ടുന്നുമില്ല. നിയമങ്ങളും മുൾക്കുരുന്നുകളും ഉള്ളതിനാൽ തനിക്ക് സുഖത്തിന് പകരം അത് ദുഃഖമാണ് അനുഭവപ്പെട്ടത്. അത് കഴുത്തിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ എടുത്തു കളയാനും വളരെ വിഷമമായിരിക്കും. അതാണ് ഒന്നും സുഖമല്ല വേണ്ടത്, ദുഃഖവുമല്ല വേണ്ടത്. സുഖത്തിനും ദുഃഖത്തിനും
അതീതമായ അവസ്ഥയാണ് പരമമായിട്ടുള്ളത്. ആ പരമശ്രേയസ്കരമായ വഴിയാണ് നാം സ്വീകരിക്കേണ്ടത്. സന്യാസം സുഖമാണെന്നു ധരിച്ചു ചില മനുഷ്യർ, അതിനെ കൈവരിച്ചാലോ നിരാശ ചിത്തരായിടും.